പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. ഇലക്ഷൻ വരുമ്പോഴേ ഇവരെയൊക്കെ കാണുന്നുള്ളൂ. ഈ കാശുകാരനെ കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണോ തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂർ വീണ്ടും തലസ്ഥാനത്തിന്റെ MP. ഈ വിജയം പ്രതീക്ഷിച്ചതാണോ ജനാഭിപ്രായങ്ങളിലൂടെ? അല്ല, ജയിച്ചല്ലോ. ഇപ്പോ ബി ജെ പി വരുമോ അതോ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ നേതൃത്വം വരുമോ? വിജയിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഭൂരിപക്ഷം ഇല്ല രാഹുൽ ഗാന്ധി. അതൊക്കെ കിട്ടും. ഭൂരിപക്ഷം തിരുവനന്തപുരത്തെ ശശി തരൂർ 4ാമതും വിജയിച്ചു. ആ വിജയം ശരിക്കും എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ശരിക്കും 4ാമതും തുടർച്ചയായിട്ട് 4ാമതും ജയിച്ചു അദ്ദേഹം. അപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ ജയിച്ചത്? BJP ജയിക്കുമെന്നാ പറഞ്ഞു കേട്ടത്. പക്ഷെ BJP ജനങ്ങൾ തോൽപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും അറിയാമല്ലോ, ഓരോരുത്തരുടെ പെരുമാറ്റവും. ശശി തരൂരിന്റെ പെരുമാറ്റം വളരെ നന്നായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ വിജയിപ്പിച്ചത്. അങ്ങനെ കരുതുന്നുണ്ടോ? നല്ല വിജയമല്ലേ? പക്ഷെ ഭൂരിപക്ഷം കുറവായിരുന്നു. ശശി തരൂരിന്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു. അത് വിജയത്തിന്റെ മങ്ങലേൽപ്പിച്ചോ? അത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ BJP വിജയിക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പിന്നീടാണ് അവസാന ഘട്ടത്തിലാണ് തരൂര് വിജയിച്ചു കയറിയത്. അത് ശരിക്കും എന്താണ് സംഭവിച്ചത്? BJPക്ക് വേണ്ടി ആൾക്കാര് വോട്ട് ചെയ്തു എന്ന് വരുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ഇല്ല. പക്ഷെ ശശി തരൂർ നല്ലൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്തു കരുതുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം വന്നാൽ ശശി തരൂർ മന്ത്രിയാവും. പ്രതീക്ഷിക്കാം. ശശി തരൂർ 4ാമതും വിജയിച്ചിരിക്കുന്നു. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? വിജയം ഒരു വിശ്വപൗരനുള്ള അംഗീകാരമാണ്. 4ാമതും തലസ്ഥാനം തരൂരിനെ തിരഞ്ഞെടുക്കുകയാണ്. അല്ല, നമ്മൾ ഈ ഇലക്ഷൻ്റെ തുടക്കത്തിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാർ ഈ കാശുകാരനെ കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണോ തോന്നിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സത്യത്തിൽ നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തപ്പോൾ ഒരു 2-3 മാസം മുമ്പ് കെട്ടിയിറക്കിയ ഒരു ചെങ്ങാതിനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത്. പക്ഷേ വോട്ടെണ്ണലിൻ്റെ ഏതാണ്ട് 1/4 ഭാഗം ഒരു അവസാനത്തോടു കൂടി തന്നെ മനസ്സിലായ ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഏറെ മുന്നിൽ നിന്ന് വിജയിക്കും എന്നൊരു സാധ്യത വരെ കൽപ്പിച്ച സമയത്താണ് ശശി തരൂർ ഭൂരിപക്ഷം അല്പം കുറവായെങ്കിൽ പോലും വിജയിച്ച് കയറിയത്. അതിൽ നിന്നും തലസ്ഥാനത്തിൻ്റെ ഒരു മനസ്സ് താങ്കൾ പറഞ്ഞതുപോലെ വായിച്ചെടുക്കാൻ കഴിയും. തീർച്ചയായിട്ടും. കാരണം സ്വതവേ രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെടുന്നത് തന്നെ അയാളുടെ ഈ പ്രൊഫൈൽ വെച്ചിട്ടാണ്. പുള്ളി അമ്മാശനെ പറ്റിച്ചു, അതുപോലെ ബിസിനസ്സുകൾ തട്ടിപ്പറിച്ചു. അതെ, അദ്ദേഹത്തിന്റെ അതൊരു ബിസിനസ്സുകാരനാണ് പുള്ളി, ഒരു കച്ചവടക്കാരനാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ കച്ചവടക്കാരനെയാണ് തിരഞ്ഞെടുക്കുന്നത് പറയുമ്പോൾ ഒരു അസിസ്റ്റന്റ് സെക്യൂരിറ്റി കൗൺസിൽ UN സെക്രട്ടറി ജനറലൊക്കെ ആയിരുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു പ്രൊഫൈലാണ് അയാളുടേത്. അപ്പോൾ ആ ചങ്ങാതിനൊക്കെ തെരഞ്ഞെടുത്തയക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു മണ്ടത്തരം. ശരിക്കും തലസ്ഥാനത്തെ ജനങ്ങൾക്ക് അറിയാം ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. പക്ഷേ സ്ഥലത്തെ ജനങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ ഈ സിറ്റി ഏരിയയിൽ താമസിക്കുന്നത് ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തത് എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെയാണ്. അതെ, സിറ്റിയിലൊക്കെ നല്ല ഭൂരിപക്ഷം ഉണ്ടായി. പക്ഷേ തീരദേശ മേഖലയിലും അതാണ്ട് കോവളം, വിഴിഞ്ഞം, നെയ്യാറ്റിങ്കര, പാറശാല ഭാഗങ്ങളിൽ പോയപ്പോൾ ശശി തരൂർ പെട്ടെന്ന് തന്നെ ഒരു 15,000-ഓളം വോട്ടിൻ്റെ അധികം കണ്ടെത്തി പെട്ടെന്ന് വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് തരൂരിനെ കുറിച്ച് അറിയാം എന്നൊരു ചിത്രം വ്യക്തമാവുകയാണ്. കാശ് വളരെയധികം ഒഴുക്കിയൊരു തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പിലും ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം എന്നുള്ള രീതിയിൽ വിലയിരുത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും ഒരു ഇത്രയും വലിയൊരു വ്യവസായി, ഏഷ്യാനെറ്റ് പോലുള്ളൊരു പത്ര മുതലാളി, സ്ഥാപനത്തിൻ്റെ മുതലാളി, ആളെ കയ്യിൽ കാശും ഉണ്ടായിരുന്നു, മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് കുറഞ്ഞതൊന്നും അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. ചെറിയൊരു
ഭൂരിപക്ഷമാണെങ്കിൽ പോലും അതൊരു കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. കാരണം ഒരു വ്യവസ്ഥ അയാളൊരു മന്ത്രിയും കൂടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു മന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് പ്രവർത്തിച്ചൊരിടത്ത് വിജയിച്ചു വരാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ്. ഇവിടെ ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചു വന്നു. ശരിക്കും ജയിക്കേണ്ട സ്ഥാനാർത്ഥി ആയിരുന്നു, അതോ ജയിച്ചത് നല്ലതാണ്? നമുക്കൊന്നും കിട്ടൂല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. എങ്കിലും ആര് ജയിച്ചാലും നമുക്കൊന്നും കിട്ടൂല. ജനാധിപത്യത്തിൽ നമുക്കൊരു അവകാശമില്ലേ? ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? നല്ല വിജയം, നല്ല വിജയം. വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ച ടീം വിജയിച്ചില്ല. അപ്പൊ പിന്നെ പ്രതീക്ഷിച്ചത് ആരായിരുന്നു? വിജോയിനെ. ആറ്റിങ്ങലിൽ ജോയി വിജയിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നല്ലോ അവസാന നിമിഷം വരെ, എങ്കിലും വിജയിച്ചില്ല. എന്ത് പറ്റി അവിടെ? അറിയത്തില്ല. കാരണം വോട്ടിംഗ് അല്ല മാറിയോ? തിരുവനന്തപുരത്ത് വീണ്ടും 4ാമത്തെ തവണ ശശി തരൂര് വിജയിച്ചു കയറിയിരിക്കുന്നു. എങ്ങനെയായി വിജയത്തെ കാണുന്നു? വിജയത്തെ ആകെ വിവരമുള്ള ആൾക്കാരല്ലേ വിജയിക്കുള്ളൂ. ശശി തരൂരാകുമ്പോഴത്തേക്ക് ഇത്തിരി നോളജ് ഉണ്ട്. കേന്ദ്രത്തിൽ പോയാലും സംസാരിക്കാനുള്ള ഭാഷയെങ്കിലും അറിയണ്ടേ, അതുകൊണ്ട് വിജയിപ്പിച്ചു. പക്ഷെ തൊട്ടു പിന്നില് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ വോട്ട് നേടി മുന്നിൽ വന്നു. ശശി തരൂർ കുറച്ച് ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വിജയിച്ചു കയറി. തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. സാമ്പത്തികമായി ഒരുപാട് പണം വാരി വിതറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ട്. ഈ എതിർ സ്ഥാനാർത്ഥികൾ അതിനെ അതിജീവിച്ച് ജയിച്ചു കയറുന്നു. ശശി തരൂര് നല്ല രീതിക്കുള്ള ഒരു ഭരണമാണ്. അത് മാത്രമല്ല നല്ല നോളജ് ഉണ്ട്, ആഗ്രഹിച്ചു, അതുകൊണ്ട് ജയിച്ചു. തരൂര് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണെന്ന് തലസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ആ രീതിയിൽ ജയിച്ചു. ആ വിജയം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പിന്നെ അല്ലാതെ തലസ്ഥാനത്ത് വീണ്ടും ഡോക്ടർ ശശി തരൂര് വിജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? നല്ല അഭിപ്രായം. LDFന് കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നല്ല അഭിപ്രായമാണ്. ശശി തരൂരിന്റെ വിജയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു. കാരണം അദ്ദേഹം നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. വിശ്വപൗരൻ എന്നുള്ള ഒരു പേരോടുകൂടി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. നോളജ് ഉണ്ട്, വിവരമുള്ള സ്ഥാനാർത്ഥിയാണ്. കുറച്ചെങ്കിലും വിവരവും ബോധവും ഉണ്ട്. എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അറ്റ്ലീസ്റ്റ് ഉള്ള ഒരു വിവരമുണ്ട്. എന്തുകൊണ്ടും വിജയിച്ചത് നല്ലത്. UDFന് കിട്ടിയത് എന്തുകൊണ്ടും സന്തോഷം. തൊട്ടിപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സ്ഥാനാർത്ഥി നല്ലൊരു മത്സരമാണ് കാഴ്ചവെച്ചത്. നല്ലൊരു മത്സരമായിരുന്നു. പക്ഷെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടം വരെ എത്തി നിന്നു. എന്താണ് സംഭവിച്ചത്? തീരദേശത്തിന്റെ വോട്ടെടുപ്പോട് കൂടി ശശി തരൂരിന് ശരിക്കും ആ ഭാഗത്ത് പോയപ്പോഴാണ് ഈ ഒരു ഭൂരിപക്ഷം ലഭിച്ചത്. അല്ലെങ്കിൽ ശരിക്കും ഈ റിസൾട്ട് മാറി മറിയുമായിരുന്നു. അല്ലെങ്കിൽ ആ സാഹചര്യത്തിലായിരുന്നു, ഉച്ചവരെ ആ സാഹചര്യത്തിലായിരുന്നല്ലോ. എന്തായാലും സന്തോഷം. ശശി തരൂരിന് UDFന് ഭരണം കിട്ടിയതില് സന്തോഷം. ജയിച്ചതില് ഭരണത്തിന്റെ കാര്യത്തിൽ ഉറപ്പായിട്ടില്ല. ഇത് വിജയിച്ചതിൽ സന്തോഷം. എന്തായാലും വിചാരിച്ചു UDF ശശി തരൂരിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നേരത്തെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം LDFന് കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായിരുന്നാലും പുനർഭരണത്തിൽ LDFന്റെ ഭരണം മോശമായിരുന്നു. ഇനി ഒരിക്കലും കിട്ടരുത്, കൈ കിട്ടരുത്. എന്തായിരുന്നാലും എന്തോന്ന് LDF ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ ഭയങ്കര വാർത്തകളായിരുന്നല്ലോ. എന്തായിരുന്നാലും ഇപ്പൊ ഇല്ലാത്ത കേരളം ഉണ്ടായി. ഇനിയുള്ള ഇന്ത്യ കാണും. വീണ്ടും UDF സ്ഥാനാർത്ഥി വിജയിച്ചു. ശശി തരൂർ 4ാമതും വിജയിച്ചിരുന്നു. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? വിജയിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ 2 സ്ഥാനാർത്ഥികളാണ് ശരിക്കും ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിയത്. BJPയുടെ രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ. അവസാന നിമിഷം വരെ രാജീവ് വിജയിക്കും എന്നുള്ള തരത്തിലായി നല്ല വോട്ടിംഗ് ശതമാനം BJPക്ക് ഉണ്ടായി. അപ്പോഴും അതിനെയൊക്കെ തകർത്തുകൊണ്ട് ശശി തരൂർ വീണ്ടും തലസ്ഥാനത്ത് വിജയിച്ചിരിക്കുന്നു. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശശി തരൂരിന്റെ വിജയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. തരൂര് വിജയിക്കേണ്ട സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും മാറ്റങ്ങൾ LDFന് ഒരു സീറ്റ് കിട്ടിയില്ല, ഒറ്റ സീറ്റ്. പ്രതീക്ഷയെല്ലാം പോയി. നേരത്തെ LDF വന്നുകൊണ്ട് പ്രതീക്ഷകളെല്ലാം പോയി. ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. 20-ൽ 1 സീറ്റാണ് LDF കിട്ടിയത്.
ശരിക്കും അത് നേരത്തെ വോട്ടർമാർ കരുതിയിരുന്നതാണോ? അങ്ങനെ പ്രതീക്ഷിക്കാം. തരൂരിന്റെ സ്ഥാനത്തിന് തലസ്ഥാനത്ത് ഇനി ഗുണമുണ്ടാവും. ഗുണമുണ്ടാവണം. വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? LDF ഒക്കെ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാല്ല, അതിനെക്കാട്ടി എന്തും ബെറ്റർ വലിയ പ്രതീക്ഷയുണ്ട്, ബെറ്റർ ആയിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് വീണ്ടും UDFന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിച്ചിരിക്കുന്നു. ഈ വിജയത്തിനെ എങ്ങനെ കാണുന്നു? വിജയം ശരിക്കും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടെങ്കിലും പുള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയായിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥകളും പക്ഷത്തിനെതിരായെന്ന് മാത്രമല്ല, ഈ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ ഭരണപരിഷ്കാരങ്ങളൊക്കെയും ഈ ഒരു തിരഞ്ഞെടുപ്പ് വ്യക്തമായി തന്നെ ഒരു പ്രതിഫലനം ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ അത് തന്നെയാണ് ഈ വിജയത്തിന്റെ കാരണവും. പൊതുവിലെ ഒരു വിലയിരുത്തൽ ഈ ഒരു ഇലക്ഷനിൽ BJPയുടെ ഒരു സാന്നിധ്യം വളരെ വെല്ലുവിളിയിൽ നിന്നൊരു സമയമുണ്ടായിരുന്നു ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. തരൂര് വിജയത്തിനോട് നടക്കില്ല, ഉച്ചവരെയൊക്കെ നമ്മൾ വോട്ടെണ്ണലിന്റെ ഒരു അങ്ങേയറ്റത്തൊരവസ്ഥയിലും തിരുവനന്തപുരത്ത് BJPയുടെ ഒരു വിജയം പ്രതീക്ഷിച്ച കുറേ അവസ്ഥകളുണ്ടായിരുന്നു. അപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ശശി തരൂർ വിജയിച്ചു വന്ന ഒരു സാഹചര്യം. ഉറപ്പായും കഴിഞ്ഞ തവണ പോലെ തന്നെ തരൂരിൻ്റെ വോട്ടിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മുടെ വിഴിഞ്ഞം അല്ലെങ്കിൽ കോവളം തീരദേശ മേഖലയിലെ വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ വിജയത്തെ നിർണായക രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ പ്രശ്ന അവസാന നിമിഷവും അദ്ദേഹം അത് തോൽക്കുമെന്ന ഘട്ടത്തിൽ നിന്ന് വിജയിച്ച പ്രധാന ഘടകവും അത് ആ വോട്ട് തന്നെയാണ്. എല്ലാവരുടെയും ഒരു പൊതുവായ ധാരണ ഈ പറഞ്ഞ പോലെ ഈ വിഴിഞ്ഞം പ്രശ്നങ്ങളിലും അങ്ങനെ തീരദേശവുമായി ബന്ധപ്പെട്ട ഒരു ഒട്ടനവധി പ്രശ്നം ഉണ്ടായിട്ട സമയത്ത് പുള്ളിയുടെ ഒരു അസാന്നിധ്യം അവിടെ പ്രകടമായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടു. ആ ഒരു കാര്യം ഇപ്രാവശ്യം പുള്ളിയുടെ വോട്ടിങ്ങിൽ കുറവുണ്ടാകുമെന്നൊരു പ്രതീക്ഷ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് അതിനപ്പുറത്താണ് പുള്ളിയുടെ വോട്ടിംഗ് അവിടെ ഉണ്ടായത്. ഒരു പരിധിവരെ ഇനി അടുത്ത തവണയെങ്കിലും പുള്ളിക്ക് ആ ഒരു ബോധ്യം കാര്യം ഈ രണ്ട് തവണയും പുള്ളിയെ ഒരു എടുത്തുയർത്തിയ പോലെ വിജയിപ്പിച്ച ഒരു ഘടകം ആ കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം ഈ മേഖലയെ അവഗണിച്ചു എന്നൊരു പരാതി ഉറപ്പായിട്ടും പരാതി എന്ന് മാത്രമല്ല യാഥാർത്ഥ്യമായ കാര്യമാണ്, അത് പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും പുള്ളി അത് ആ വ്യക്തിയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം പുള്ളിക്ക് ഈ വിജയം സമ്മാനിച്ച ആ ഒരു മണ്ഡലത്തിലെങ്കിലും അവിടെ കാര്യം ഏറ്റവും കൂടുതൽ അവിടെ അനുഭവിക്കുന്നതും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതും അവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഉന്നമനത്തിനും സഹായത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പുള്ളിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പുള്ളിക്ക് ഉറപ്പായിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയെങ്കിലും പുള്ളി അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. തിരുവനന്തപുരത്ത് ഒരു റെക്കോർഡാണ് തിരുത്തപ്പെട്ടിരിക്കുന്നത്. കാര്യം നാലാമതും മുൻകാലങ്ങളിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 3 തവണ വിജയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു A. ചാൾസ് വിജയിച്ച സമയം. ആ A. ചാൾസിന്റെ റെക്കോർഡ് തിരുത്തിയാണ് ഇപ്പോൾ ശശി തരൂർ എന്ന വ്യക്തി വീണ്ടും വിജയിച്ച് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് തന്നെ തരൂരിൽ തലസ്ഥാനം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് കരുതാം. ഉറപ്പായിട്ടും. പക്ഷേ തരൂരിന്റെ കൂടെയുള്ള അത് പറയാമെന്നറിയില്ല. പക്ഷേ ഇത് പാർട്ടിയിൽ ഉൾപാർട്ടിയിലെ പ്രശ്നങ്ങൾ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ പുള്ളിയുടെ വോട്ട് ശതമാനം ഒരുപാട് താഴെ പോകേണ്ടതാണ്. തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോഴും ഒരു പക്ഷേ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് പാർട്ടിയിൽ ഉണ്ടായേക്കാവുന്ന നടപടികളെ പേടിച്ചായിരിക്കണം ഒരു പരിധിവരെ എല്ലാ കുലംകുത്തികളും എല്ലാ വ്യക്തികളും എല്ലാ വ്യക്തിയും ഞാൻ പറയുന്നില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യക്തികളും സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ട ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികൾ ഉൾപ്പെടെ അവർ ഗ്രൂപ്പ് കളിച്ച് ഒരുപാട് പുള്ളിക്ക് അങ്ങനെ എതിരായുള്ള പ്രവർത്തനങ്ങൾ പുറമെ നിന്ന് കൊണ്ട് ചെയ്തിട്ട് കൂടിയും പുള്ളി ജയിച്ചു വന്നു എന്നുള്ള കാര്യം വളരെ ഒരു വ്യക്തിപരമായ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം. അത് പാർട്ടി പ്രവർത്തനം ഏകോപനം എല്ലാം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല പ്രവർത്തനമായിരുന്നെങ്കിൽ തന്നെ ബൂത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ പോലും ഞാൻ നേരിട്ട് കണ്ട പല കാര്യം, ഞാൻ പ്രമാണത്തുള്ള വ്യക്തി തന്നെയാണ്, നേരിട്ട് കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പല സ്വീകരണ സ്ഥലങ്ങളിലും പുള്ളിയും 4 പേരും അല്ലാതെ സ്വീകരിക്കാനിരിക്കുന്ന പ്രാദേശികമായിട്ടുള്ള 4 പേരല്ലാതെ
ഒരു ജനസാന്നിധ്യം പോയിട്ട് ഒരു 10 പേര് തയ്ച്ചില്ലാത്ത പല അവസ്ഥയിലും. കാര്യം അത് ഒരു പരിധി വരെ ഈ പാർട്ടിയുടെ ഈ ഏകോപനമില്ലായ്മയും സംഘടന UDF-നകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇലക്ഷൻ കാലത്ത് അല്ലേ? ഇത് പക്ഷേ ഒരു പരിധി വരെ എപ്പോഴും UDF-ന്റെ പൊതുവായി പറഞ്ഞേക്കുള്ള ഒരു പരാതി എപ്പോഴും നേതാക്കന്മാർക്ക് മാത്രമേ അവിടെ ഉള്ളൂ, അണികൾ കുറവാണ്. എപ്പോഴും എല്ലാവരും വെള്ളം ഇട്ട് കഴിഞ്ഞാൽ സ്റ്റേജ് കയറിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു പരിധി വരെ ഈ അണികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നേതൃനിരക്ക് കഴിവുണ്ടായിട്ടും അതിന് ഇറങ്ങിയിട്ടില്ല. അത് ഈ തരൂരിനോടുള്ള വ്യക്തിപരമായിട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പുള്ളിക്ക് എതിരെ അവർ പ്രവർത്തിച്ചത്. പക്ഷെ എന്നിട്ട് കൂടി പുള്ളി അതെല്ലാം ഓവർകം ചെയ്ത് വിജയിച്ചു വന്നിരുന്ന വലിയൊരു കാര്യം തന്നെയാണ്. ഈ വിജയത്തിന് തരൂരിന്റെ ഒരു വ്യക്തിപരമായ വിജയമായിട്ട് തന്നെ കാണാം. ഉറപ്പായും. കാര്യം ഇത്രയും ഉൾപാർട്ടി പ്രോബ്ലം ഉണ്ടായത് ഉണ്ടായിട്ട് കൂടി അതെല്ലാം ഓർക്കം ചെയ്ത് പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ തന്നെയാണ്. കാര്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിജയമായിരുന്നു ഉറപ്പായിട്ടും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. ഉറപ്പായിട്ടും. പക്ഷേ ഈ പറഞ്ഞ പോലെ തരൂരിന്റെ പൊതുവെ പറഞ്ഞേക്കുന്ന അഭിപ്രായമല്ല, എന്റെ അഭിപ്രായമല്ല, പറയുന്ന പുള്ളി ഇവിടെ ഇല്ല എന്ന രീതിയിലുള്ള ഒരു സംസാരങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കേട്ടതാണ്. അത് ഒരു പരിധി വരെ ശരിയാണെന്നാലും ഒരു പക്ഷേ പുള്ളി വ്യക്തിപരമായ കാര്യമാണ്, നമ്മൾ അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ പാടില്ല. ഇനിയെങ്കിലും അത് തിരുത്തി പുള്ളി ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിനെ തുണച്ച ഏരിയകളിൽ അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ അദ്ദേഹം ഇനി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സൂചന. അല്ല, അത് ഒരു പരിധി വരെ അത് മുൻപും പുള്ളിക്ക് അത് ശ്രദ്ധിക്കാമായിരുന്നു. ഒരു പരിധി രണ്ടാമത്തെ തവണയും പുള്ളി അത് അവഗണിച്ചതാണ്. കാര്യം പുള്ളി ആൾറെഡി ആദ്യ തവണ പുള്ളി അത് ആ ഭാഗത്ത് നിന്ന് വിഴിഞ്ഞം പോകാത്ത ഭാഗത്ത് നിന്ന് വോട്ട് കിട്ടി, നല്ല രീതിയിൽ വോട്ട് കിട്ടി. പുള്ളി ഒരു അല്ല താഴെ ഏറ്റവും ഡൗൺ ആയി പോയിട്ട് ഒറ്റയടിക്കുക അപ്പായിട്ട് ഒരു ഉയർന്നേറിയ ഒരു സ്ഥലമായിരുന്നു. അവസാന നിമിഷം പണ്ടും ഉറപ്പായിട്ടും ആ ഒരു പ്രദേശത്ത് ഒരുപാട് കാര്യം ഇപ്രാവശ്യത്തെ ചെയ്യാൻ കഴിയും. നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ ട്രോളിംഗ് സമയത്തൊക്കെ അവിടെ ഒരുപാട് ഞാൻ നേരിട്ട് കണ്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഈ പത്രമാധ്യമങ്ങൾ അറിയുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മീൻസ് അവരുടെ ആ സമയത്ത് ഒരു മോശം സാമ്പത്തിക അവസ്ഥയിൽ അവർക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തി അവർക്ക് ഭക്ഷ്യധാന്യങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ ഒരു ചെറിയൊരു സഹായം, ഒരു 500, 1000 ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ അവർക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു പദ്ധതി ഉൾപ്പെടുത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ഉറപ്പായിട്ട് നടപ്പാക്കുന്നതാണ്, ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഉറപ്പായിട്ടും പുള്ളി അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ജനങ്ങൾ വലിയ പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ പ്രതീക്ഷ സ്ഥാനത്താകാതിരിക്കട്ടെ എന്ന് ഉറപ്പായിട്ടും ആഗ്രഹിക്കും. തിരുവനന്തപുരത്ത് നമ്മൾ വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡോക്ടർ ശശി തരൂർ വീണ്ടും വിജയിച്ചു വന്നിരിക്കുകയാണ്. 4ാമത്തെ തവണയാണ്. ഏറെ വിവാദങ്ങൾക്ക് ഇട നൽകിയ സ്ഥാനാർത്ഥിത്വമായിരുന്നു ശശി തരൂർ. ആ വിജയത്തെ ഒരു സാധാരണ കേരളീയൻ എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണും? സ്ഥാനത്ത് ഇപ്പോൾ ആര് വന്നാലും ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട് ഇതുവരെ വികസനം വന്നിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് വർഷങ്ങൾ എടുക്കും ഇനി ഇത് ഇതാവാനായിട്ട്. ആര് വന്നാലും ഇപ്പം അങ്ങനെ അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അഭിപ്രായമില്ല. പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കൊരു വിലയിരുത്തൽ ഉണ്ടാവും. ഇലക്ഷന്റെ വഴിക്ക് മറ്റേ നേതാക്കന്മാരും കൂടി തീരുമാനിക്കണം. അവരും സത്യം പറഞ്ഞ സ്ഥാനം കിട്ടിയെങ്കിൽ അവർ ഇറങ്ങണം അതിന് വേണ്ടി. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ നടക്കുന്നില്ല. അത് നടക്കുന്നില്ല. അവരവരുടെ വീട്ടിൽ ചിലവൊന്നും നോക്കുന്നില്ലല്ലോ. അവരവരുടെ കാര്യങ്ങൾ അവരവരെന്നെ നോക്കണം. ഏത് സ്ഥാനത്ത് വന്നാലും നമുക്കൊന്നുമില്ല. ആര് ജയിച്ചാലും നമുക്കൊന്നും. ഇപ്പൊ തരൂരല്ല, ഇനിയിപ്പോ ആരായിരുന്നു. നാളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന യൂത്ത് അൺഎംപ്ലോയ്മെന്റ് ആണ്. എന്തുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ വെളിയിൽ പോകുന്നത്, നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല? അതിനാദ്യം അപ്പൊ ഈ ലീഡേഴ്സിനെ കൊണ്ടൊന്നും അതിൽ ഒരു തരത്തിലും ഗുണമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഉറപ്പാണോ? അത്തരത്തില് ഉറച്ചു വിശ്വസിക്കാൻ വർഷങ്ങളായില്ലേ നമ്മൾ ഒരേ ഒരു വേവ് ലെങ്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളൂ. അപ്പൊ വിജയം എന്നുള്ളത് കൊണ്ട് നമുക്ക് ആഹ്ലാദിക്കാൻ വകയില്ല. ശശി തരൂരാണോ ചോദിച്ചേ? അതെ. ഓക്കെ, ശരി. ഇലക്ഷൻ വരുമ്പോഴേ ഇവരെയൊക്കെ കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. തരൂര് വീണ്ടും വിജയിച്ചു. വിജയിക്കട്ടെ. അവരുടെ വീട്ടിലും അവർക്കും നാട്ടുകാർക്കും നമുക്ക് വീണ്ടും വലിയ പ്രതീക്ഷയ്ക്ക് വക ഉണ്ടോ? എനിക്കൊരു പ്രതീക്ഷയും ഇല്ല തരൂരിനെ കൊണ്ട്. എനിക്ക് അറിഞ്ഞും കൂടെ അല്ല, നാട്ടിൽ നിന്നതുകൊണ്ടേ അറിയാവുന്നത്, അല്ലാതെ എനിക്കറിഞ്ഞു. കുറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് ആവർത്തിക്കും എന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കായിരിക്കും. ജയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വിജയിച്ചതുകൊണ്ട് വല്ല നടക്കും എന്ന് പ്രതീക്ഷിക്കാം. ശശി തരൂരാണ് വിജയിച്ചത്. ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. എന്താ കാര്യം? കാരണം സാറിന്റെ പ്രവർത്തനം ഈയിടെയായിട്ട് കുറച്ച് ക്ഷയിച്ചു വരികയാണല്ലോ.
അവസാന 5 വർഷത്തെ കാലയളവിനെ കുറിച്ച് കുറെ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പൊ വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പകരം പിന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചവരും ഒത്തിരി ഉണ്ട്. പക്ഷെ വിജയം ശശി തരൂരിനായിരുന്നു. എന്താ കാര്യം? സാറിന് അത്രയും പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ടായതുകൊണ്ടായിരിക്കും തലസ്ഥാനത്തിൽ ജനത ശശി തരൂരിനെയാണ് ആഗ്രഹിച്ചത് എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. കാരണം നേരത്തെ ഒരാൾ സൂചിപ്പിച്ചു, ഒരു വ്യാപാരിയോ അല്ലെങ്കിൽ ഒരു കാശുള്ള ഒരാളോ വന്നാൽ വിജയിക്കുന്നതല്ല, ഇവിടെ അറിവുള്ളയാൾ എന്നുള്ള രീതിയിൽ ശശി തരൂരിനെയാണ് ആൾക്കാർ പ്രതീക്ഷിച്ചത് എന്നുള്ളത്. ശശി തരൂരിനെ വിജയം തലസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലേ? നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. തലസ്ഥാനം ജനത പക്ഷേ ശശി തരൂരിനെ തെരഞ്ഞെടുത്തു. കാരണം ഇനിയുള്ള പ്രവർത്തനം സാർ നല്ലതുപോലെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ആ ഒരു ജനത സാറിന് ഇനി പ്രതീക്ഷിക്കാമല്ലോ. ഇനി പ്രതീക്ഷിക്കാം. സാർ ഇപ്പോ തെരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ സാർ നല്ല ഭരണം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി സാർ നിൽക്കണമെന്ന് ഇനി സാർ തന്നെ ഇനിയുള്ള പ്രവർത്തനം വെച്ചിട്ടായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെടുക. ജനങ്ങൾ ഓരോരുത്തരെ ഓരോ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് അവർ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്ന ആൾക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതായിരിക്കാം. മെച്ചപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ തിരഞ്ഞെടുക്കാം. മോശമാണെന്നുണ്ടെങ്കിൽ പിന്തള്ളിയ ആൾക്കാർ ഇനിയും മുന്നോട്ട് വരും. ആ ഒരു തരത്തിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് ഭാഗം നൽകുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. പിന്നെ പുള്ളിക്ക് ഒരു ഗ്ലാമർ ഉണ്ട്. ആ ഗ്ലാമർ വെച്ചുള്ള ഇതായിരുന്നു വിജയമാണ്. അല്ല, വിജയമല്ല, ഗ്ലാമർ വെച്ചുള്ള മത്സരമാണ് ഉണ്ടായത് രണ്ടുപേർക്കും, ശശി തരൂരും. ശരിക്കും അവസാന നിമിഷം വരെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നീട് ഓൾമോസ്റ്റ് 26,000 വോട്ടിനെ കണ്ട 15,000 സംതിങ് 470 അടുപ്പിച്ചുള്ള മറ്റേ നമ്മുടെ വലിയ തുറ ഭാഗം, കോസ്റ്റൽ ഏരിയാസും നെയ്യാറ്റിങ്കര, പാറശാല, ആ ഭാഗത്താണ് വിജയം സമ്മാനിച്ചത്. പക്ഷെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പരാതികൾ ഉയർന്നു വന്ന സ്ഥലം. കാര്യം തീരദേശ മേഖലയെ അവഗണിച്ചു എന്നൊക്കെ ഒരുപാട് പരാതികളുണ്ട്. പക്ഷെ തീരദേശത്തെ ജനങ്ങൾ വീണ്ടും ശശി തരൂരിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പിന്നെ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആരിൽ പ്രതീക്ഷ കൽപ്പിച്ചാലും പ്രതീക്ഷകളും നടക്കാറില്ലേ. അത് പാർട്ടിയല്ല, ഞാൻ പാർട്ടിയും പറയില്ല, വെറും പ്രതീക്ഷകൾ മാത്രം, വെറും പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷെ എപ്പോഴും തീരദേശ ജനത കോൺഗ്രസിനോടൊപ്പം അത് പൊതുവെ ക്രിസ്ത്യാനികൾ കോൺഗ്രസിനോടൊപ്പം ആണെന്നാണ് പൊതുവിൽ ധാരണ. വളരെ കുറച്ചുപേരെ മാറി ചിന്തിക്കാറുള്ളൂ. എങ്കിലും ഈ വോട്ടെടുപ്പിലും അത് പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു, അത് പ്രകടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കോസ്റ്റൽ ഏരിയാസിൽ അവരുടെ ബിഷപ്പിന് അവരിൽ നല്ല സ്വാധീനമുണ്ട്. കോൺഗ്രസിന് മാത്രമല്ല, ബിഷപ്പിന്റെ ജനങ്ങളിലെ. അപ്പൊ ബിഷപ്പ് എന്താണോ പറയണത് അത് ജനങ്ങൾ കേൾക്കും. അതിൽ പിന്നെ മാറ്റമൊന്നും ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം അവിടെ നിന്ന് വന്നാൽ അവർ അതേപോലെ ചെയ്യും. അത് പിന്നെ പൊളിറ്റിക്സ് എന്ന് അവർ നോക്കാറില്ല. ബിഷപ്പ് എന്ത് പറയുന്നു അത് തന്നെയാണ്. പിന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യും. ഇത്തവണ അത് സംഭവിച്ചു. അത് തന്നെയാണ് വിജയം, അത് തന്നെയാണ് കാര്യം. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ഗ്ലാമർ കൊണ്ടും അതൊന്നും അല്ല, വ്യക്തിപരമായ വിജയമല്ല. അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. വ്യക്തിപരമായിട്ടുള്ള വിജയം വരണമെങ്കിൽ പന്നിൻ്റെ വീന്നും ജയിക്കണമായിരുന്നു. കാരണം അങ്ങനെയാണ് നല്ല കാൻഡിഡേറ്റ്. പക്ഷേ ശരിക്കും 4ാമത് വീണ്ടും തരൂർ തന്നെയാണ് വിജയിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അതെ, കേരളത്തിലൊരു UDF തരംഗമായിരുന്നു. ശരിക്കും അത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഇന്ത്യ മുന്നണി വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. എല്ലാവർക്കും അതുകൊണ്ട് ഇവിടുന്ന് എന്തായാലും ജയിക്കുമെന്ന് പ്രതീക്ഷ. കൂടുതൽ പേര് ജയിച്ചു പോട്ടെ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും സംഭവിച്ചത്. തലസ്ഥാനത്ത് ശശി തരൂരാണ് വിജയിച്ചത്. ആ വിജയം പ്രതീക്ഷിച്ചതാണ്. വിജയിക്കും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, ശശി തരൂർ നല്ലൊരു വിജയം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നല്ലൊരു വിജയം ഉണ്ടായിട്ടില്ല, സാധാരണ ഉണ്ടാകുന്ന അത്ര. ഡോക്ടർ ശശി തരൂരിൽ തലസ്ഥാനം ഏറെ പ്രതീക്ഷ വയ്ക്കുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് വിജയം മനസ്സിലാക്കാം. ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബൂബക്കർ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.